ഉള്ളത് ലിമിറ്റ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒന്ന് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഇവാലുവേറ്റ് ചെയ്യാനും രണ്ടാമത്തെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ് ഇവാലുവേറ്റ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്താണ്, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്താണ്, പിന്നെ അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ജസ്റ്റ് കംപ്ലീറ്റ് ആക്കി പോവാം. പക്ഷെ ആ ലിമിറ്റ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. അതായത് അഡീഷനാണ് ലിമിറ്റിൽ വരുന്നതെങ്കിൽ നമുക്ക് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിളിന് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 2x പ്ലസ് 3x സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 2x പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 3x സ്ക്വയർ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് പ്രോപ്പർട്ടി ഇതേ സംഭവത്തിൻ്റെ സബ്സ്ട്രാക്ഷൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 2x മൈനസ് 3x സ്ക്വയർ ആണെന്ന് വെക്കുക. അങ്ങനെ ആകുമ്പം സിമ്പിളായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 2x മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 3x സ്ക്വയർ എന്നിങ്ങനെ എഴുതാനായിട്ട് പറ്റും. തേർഡ് പ്രോപ്പർട്ടി ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഈ കെ എന്ന് വെച്ചാൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെയിനെ പുറത്തോട്ടെടുക്കുക, കോൺസ്റ്റൻറ്റിനെ പുറത്തോട്ടെടുക്കുക, എന്നിട്ട് ലിമിറ്റ് വാലുവേറ്റ് ചെയ്യുക. കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 3x സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ 3നെ പുറത്തോട്ടെടുക്കുക. 3 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യുക. ഫോർത്ത് പ്രോപ്പർട്ടി ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ. കെ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ തന്നെയായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 3 ആണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആൻസർ 3 ആയിരിക്കും. ഓക്കെ, ഈ 4 പ്രോപ്പർട്ടീസും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി 2 പ്രോപ്പർട്ടീസ് കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഈ രീതിയിൽ എഴുതാനായിട്ട് പറ്റും. എക്സാമ്പിൾ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 2x സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പം അതിന് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 2x സ്ക്വയർ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സൈൻ എക്സ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സിക്സ്ത് റൂള് നമ്മളുടെ ഡിവിഷൻ്റെ റൂളാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ ചെയ്ത പോലെ ഒരു എക്സാമ്പിൾ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 2x² ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 2x² ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സൈൻ എക്സ്. ഇങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ലിമിറ്റ്സിൻ്റെ റൂൾസ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് അറിയേണ്ട ഒരു റൂളാണ് പോളിനോമിയൽ ഫങ്ഷൻസ്. പോളിനോമിയൽ ഫങ്ഷൻസിൻ്റെ ലിമിറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് ആ നമ്പർ കൊടുത്താൽ മതി. മനസ്സിലായില്ലായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x+3 ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അതായത് എക്സ് 2ലേക്ക് ടെൻഡ് ചെയ്യുന്ന ടൈമിൽ x+3 എന്തിലേക്ക് ടെൻഡ് ചെയ്യുന്നു, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ x+3 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഈ x+3, x²+3, x²+x³ അങ്ങനെ പോകുന്ന സംഭവങ്ങളെല്ലാം പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണല്ലോ. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഈ 2 എന്ത് ചെയ്യുക, ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x+3യുടെ ആൻസർ നമുക്ക് 2+3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ലിമിറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1x³ + x². ഇവിടെ നമ്മൾ അഡീഷൻ്റെ റൂളാണ്, അതായത് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഈ x³ + x² എന്ന് വെച്ചാൽ പോളിനോമിയൽ ഫംഗ്ഷനാണ്. സോ നമ്മൾ എക്സിന് ഡയറക്റ്റ് ആയിട്ട് 1 ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ 1³ + 1² എന്ന് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 π × x² ആണ്. ഈ π എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മൾ സാധാരണ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പം കോൺസ്റ്റൻസിനെ പുറത്ത് എഴുതിയിട്ട് ബാക്കിയുള്ളതിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 πx² ഈസ് ഈക്വൽ ടു π × ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x². ഈ x² എന്ന് വെച്ചാൽ അതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. സോ നമ്മൾ ഈ ഡയറക്റ്റ് 2 ഇട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു π × ഇവിടെ ഒരു π ഉണ്ടല്ലോ പുറത്തെടുത്തല്ലേ, അപ്പോൾ π × 2² എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4π എന്ന് ആൻസർ കിട്ടും. തേർഡ് പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 2x ആണ്. ഇവിടെ നമ്മൾ ഈ 2 എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻറ്റിനെ പുറത്തോട്ട് എടുക്കുന്നു. 2 × ലിമിറ്റ് എക്സ് ടെൻസ് ടു 4x. ഈ x എന്ന് വെച്ചാൽ അതും ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. സോ നമ്മൾ ഈ 4 എക്സിന് ഇട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. പിന്നെ ഇതൊരു സ്പെഷ്യൽ പ്രോബ്ലം ആണ്. എല്ലാ ടൈമിലും ലിമിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ 2 എന്നോ 4π എന്നോ അല്ലെങ്കിൽ 8 എന്നോ ഒന്നും ആൻസർ കിട്ടിക്കോളണമെന്നില്ല. ചില ടൈമിൽ 0/0 എന്നൊക്കെ നമുക്ക് ആൻസർ കിട്ടാം. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4 ഡിവൈഡഡ് ബൈ x - 2 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x - 2 എന്ന് ഇടും. എന്നിട്ട് ഈ 2ന് എക്സിൻ്റെ 2 എന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് 2² 4 - 4 എന്നും ഇവിടെ 2 - 2 എന്ന് വരും. അത് നമുക്ക് 0/0 എന്ന് പറയുന്നൊരു ഫോമാണ് കിട്ടുക. അപ്പം ഇതിൻ്റെ ലിമിറ്റ്, അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ലിമിറ്റ് 0/0 ആണെന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യും, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഈ x² - 4നെ നമുക്ക്
എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതാനായിട്ട് പറ്റും. എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടുവിനെ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു എന്ന് എഴുതാനായിട്ട് പറ്റും. ഈ എക്സ് മൈനസ് ടുവും ഈ എക്സ് മൈനസ് ടുവും ക്യാൻസലായി പോയി. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് ടു എന്ന് ആൻസർ കിട്ടി. ഇനി ഈ ലിമിറ്റ് എക്സ് പ്ലസ് ടുവിന് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് ടു എന്ന് കൊടുത്തു. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ. ഈ എക്സിന് 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ലിമിറ്റ് 0/0 കിട്ടി എന്ന് വിചാരിച്ച് എൻ്റെ ആൻസർ 0 ആണെന്നല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംപ്ലിഫിക്കേഷൻസ് പോസിബിൾ ആണെന്ന് നോക്കുക. സിംപ്ലിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എക്സാമിന് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഞാൻ ജസ്റ്റ് ലിമിറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 4 പ്രോബ്ലംസ് ചെയ്യിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതിനകത്ത് 2 കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഈസ് ഈക്വൽ ടു 0. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x² ഈസ് ഈക്വൽ ടു 0. ഇതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x² + 1 അല്ലെങ്കിൽ 1/x + 2 ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നാലും 0 തന്നെയായിരിക്കും. അതായത് ഈ എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ട് ഒരു കോൺസ്റ്റൻറ്റ് +c അല്ലെങ്കിൽ -c ഒക്കെ ചെയ്താലും ലിമിറ്റ് വരുന്നത് അത് 0 തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് നേരെ പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5 + 1/x. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് തന്നെയാണ്. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് അത് 0 ആണ്. അപ്പോൾ 5 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി π × √3/x². ഇങ്ങനെ ഒരു സംഭവമാണ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി π × ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി √3/x² ആണല്ലോ. അപ്പോൾ √3 × 1/x² എന്ന് എഴുതി. ഓക്കെ, that is again is equal to limit x tends to infinity π × ഇത് കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ പുറത്തോട്ട് ഇറക്കുന്നു. √3 × ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x² എന്ന് കിട്ടും. നമുക്കറിയാം ഒരു എന്താണ് ഒരു കോൺസ്റ്റന്റ് ലിമിറ്റ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് π × √3 പോലെ തന്നെ എഴുതുന്നു ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x² എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. സോ നമുക്ക് π × √3 × 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5x² + 8x - 3 divided by 3x² + 2. നല്ല പ്രോബ്ലം ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ഡയറക്റ്റ് ഞാൻ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഫംഗ്ഷനെ ജസ്റ്റ് ഒന്ന് മാറ്റാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം 5x² + 8x - 3 divided by 3x² + 2 എന്നാണ് നമുക്ക് തന്നിട്ടുള്ള സംഭവം. ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്തു നിന്ന് 2, അതായത് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഞാനൊരു x² പുറത്തോട്ട് എടുക്കുന്നു. അപ്പോൾ 5x² നിന്ന് x² പുറത്തോട്ട് എടുത്താൽ x² × 5
പ്ലസ് 8x എക്സ് സ്ക്വയറിനെ പുറത്തോട്ടെടുത്താൽ 8x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്നും 3 നിന്ന് എക്സ് സ്ക്വയറിനെ പുറത്തോട്ടെടുത്താൽ 3/x സ്ക്വയർ എന്നും കിട്ടും. എക്സ് സ്ക്വയറും എക്സും ക്യാൻസൽ ആയിപ്പോയി, ഇവിടെ ഒരു എക്സ് വന്നു. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 5 പ്ലസ് 8/x മൈനസ് 3/x സ്ക്വയർ എന്ന് ന്യൂമറേറ്ററിലെ ഫംഗ്ഷനെ കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഡിനോമിനേറ്ററിലെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ 3x സ്ക്വയർ പ്ലസ് 2 ആണ്. അതിൻ്റെ അകത്തുനിന്ന് എക്സ് സ്ക്വയറിനെ പുറത്തോട്ട് ഇറക്കുന്നു. അപ്പോൾ നമുക്ക് 3 പ്ലസ് 2ൻ്റെ അകത്തുനിന്ന് എക്സിനെ പുറത്തോട്ട് ഇറക്കിയാൽ 2/x സ്ക്വയർ എന്ന് വരും. ഇവിടെ പ്രത്യേകിച്ച് വെട്ടാനൊന്നുമില്ല, ഞാൻ അതേപടി എഴുതുന്നു. 3 പ്ലസ് 2/x സ്ക്വയർ, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. ഈ എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി പോയി. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ 5 പ്ലസ് 8/x മൈനസ് 3/x സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2/x സ്ക്വയർ എന്നായി. ഇനി ഞാൻ ലിമിറ്റ് വാല്യുവേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ഇതൊരു ഫ്രാക്ഷൻ പോലെ കിടക്കുന്നതാണ്, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ്. സോ ഇതിൽ നമ്മൾ ഡിവിഷൻ്റെ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 8/x മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3/x സ്ക്വയർ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2/x സ്ക്വയർ. ഈ സെയിം സംഭവത്തെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ 8/xനെ 8 ഇൻറ്റു 1/x എന്ന് എഴുതാം. സോ അങ്ങനെ എഴുതുന്നു. മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3/x സ്ക്വയറിനെ 3 ഇൻറ്റു 1/x സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു 1/x സ്ക്വയർ എന്ന് എഴുതുന്നു. ഓക്കെ, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റിൻ്റെ മുന്നോട്ടിട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5 പ്ലസ് 8 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x മൈനസ് 3 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x സ്ക്വയർ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3 പ്ലസ് 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x സ്ക്വയർ. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5, ഈ സംഭവത്തിൻ്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ ആ കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 8 അതേപോലെ കൊടുത്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് വെച്ചാൽ എത്രയാണ്, 0 ആണ്, നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ 8 ഇൻറ്റു 0 മൈനസ് 3 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതും 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. ഡിവൈഡഡ് ബൈ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3 എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം ഒരു കോൺസ്റ്റൻ്റ് ലിമിറ്റ് ആണ്. സോ അത് കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x സ്ക്വയർ എന്ന് വെച്ചാൽ അത് 0 ആണ്. അത് നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ സംഭവം എല്ലാം 0 ആയിപ്പോയി, ഈ സംഭവം എല്ലാം 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് ആൻസർ 5/3 എന്ന് കിട്ടി. ഈ ആൻസറിന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് നമ്മളുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ 5x സ്ക്വയർ പ്ലസ് 8x മൈനസ് 3 ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 2 എന്നുള്ളതായിരുന്നു. അതായത് ഇതിൻ്റെ ഡിഗ്രി, ഫസ്റ്റത്തെ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയും സെയിം ആണ്. രണ്ടിലും എക്സ് സ്ക്വയർ ആണ് വന്നിട്ടുള്ളത്. അതായത് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡിഗ്രി സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ
ന്യൂമറേറ്ററിൻ്റെ കോയിഫിഷ്യൻ്റ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും നമ്മുടെ ലിമിറ്റിൻ്റെ ആൻസറായിട്ട്, ലിമിറ്റ് വാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, അതായത് ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 2 പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. അപ്പം അതിലെ ഡിഗ്രീസ് 2 പോളിനോമിയൽസിൻ്റെയും ഡിഗ്രീസ് സെയിം ആണെങ്കിൽ ഡിഗ്രിയുടെ കോയിഫിഷ്യൻസിൻ്റെ കോയിഫിഷ്യൻസ് എടുത്താൽ അതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ എക്സ്ക്വയറിൻ്റെ ന്യൂമറേറ്ററിലെ കോയിഫിഷ്യൻ്റ് 5ഉം ഡിനോമിനേറ്ററിലെ കോയിഫിഷ്യൻ്റ് 3ഉം ആണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത ടൈമിൽ 5/3 എന്ന ആൻസർ കിട്ടി. അത് തന്നെയാണ് നമ്മൾ ഇത്ര സ്റ്റെപ്പ് ചെയ്ത് വന്നപ്പോഴും കിട്ടിയത് 5/3 എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2x² - 3 ഡിവൈഡഡ് ബൈ 7x + 4 ആണ്. ഞാൻ ഈ 2x² - 3 ഡിവൈഡ് ബൈ 7x + 4 ഇങ്ങോട്ടൊന്ന് എഴുതി വെച്ചു. നേരത്തെ ചെയ്ത പോലെ ഈ 2x² - 3 ഞാൻ x² കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ x², 2x² x² പുറത്തോട്ട് എടുത്താൽ 2 കിട്ടും, മൈനസ് 3 x² കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്താൽ 3/x² കിട്ടും, ഡിവൈഡഡ് ബൈ ഈ 7x + 4 ഞാൻ എക്സിനെയാണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 7xൻ്റെ അകത്തുനിന്ന് എക്സിനെ കോമൺ ആയിട്ട് എടുത്താൽ 7 കിട്ടും, ആൻഡ് 4ൻ്റെ അകത്തുനിന്ന് എക്സിനെ കോമൺ ആയിട്ട് എടുത്താൽ 4/x കിട്ടും. ആൻഡ് ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ x × 2 - 3/x² ഡിവൈഡഡ് ബൈ 7 + 4/x എന്ന് കിട്ടി. ഇനി ഞാൻ ഈ ഒരു ഇതിനകത്ത് ലിമിറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2x² x × 2 - 3/x² ഡിവൈഡഡ് ബൈ 7 + 4/x. ഞാൻ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി x × ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2 - 3 × ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/x² ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 7 + 4 × ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/x. ഇങ്ങനെ ഞാൻ എഴുതി. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ആ റൂള് ബേസ് ചെയ്തിട്ടാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇങ്ങനെ നമ്മൾ എഴുതി. നമുക്കറിയാം സാധാരണ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സിന് ആ എക്സ് ടെൻഡ്സ് ടു എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന വാല്യൂ എക്സിന് കൊടുക്കും. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ് ആണ്. അപ്പം ഈ എക്സിന് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുന്നു. സോ ഇൻഫിനിറ്റി ഇൻറ്റു നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2 എന്ന് വെച്ചാൽ അത് 2 തന്നെയാണ്, മൈനസ് 3 × ഈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/x² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 0 ആണ്. സോ ഞാൻ അവിടെ 0 കൊടുത്തു. ന്യൂമറേറ്ററിൻ്റെ പണി തീർന്നു. ഇനി നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ടേം ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 7 നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണ്. സോ 7 എന്ന് കിട്ടി, പ്ലസ് 4 × ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/x എന്ന് വെച്ചാൽ അത് 0 ആണ്. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇവിടെ മൊത്തത്തിൽ 0 ആണ്. അപ്പം ഇൻഫിനിറ്റി × 2 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ 7 എന്നൊക്കെ കിട്ടും. ആൻഡ് ബേസിക്കലി ഇതിൻ്റെ ആൻസർ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അതായത് നമ്മളുടെ നേരത്തെ പോലെ തന്നെ ഈ ഫംഗ്ഷനിലേക്ക് നോക്കുക. ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം 2x² - 3 ഡിവൈഡഡ് ബൈ 7x + 4 എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ ഈ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി x² ആണ്, എന്നാൽ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി
എക്സ് ആണ്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി കുറവുമാണെങ്കിൽ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റി ആയിരിക്കും കിട്ടുക. ഓക്കെ, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി കുറവുമാണെങ്കിൽ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ ആൻസർ ആയിട്ട് ഇൻഫിനിറ്റി ആയിരിക്കും കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 11x + 2 ഡിവൈഡഡ് ബൈ 2x³ - 1 എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് പ്രോബ്ലം. അപ്പോൾ നമ്മുടെ പ്രോബ്ലം അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ എഴുതിയ പോലെ ഫംഗ്ഷൻ എഴുതുന്നു. 11x + 2 ഡിവൈഡഡ് ബൈ 2x³ - 1 ഇതാണ് നമ്മുടെ പ്രോബ്ലം. ന്യൂമറേറ്ററിൻ്റെ അകത്തു നിന്ന് ഞാൻ എക്സിനെ കോമൺ ആയിട്ട് പുറത്തോട്ട് ഇറക്കുന്നു. അപ്പോൾ നമുക്കറിയാം എക്സ് ഇൻറ്റു 11 + 2/x എന്ന് എഴുതാനായിട്ട് പറ്റും. ആൻഡ് താഴെ നമ്മൾ x² കോമൺ ആയിട്ട് പുറത്തോട്ട് ഇറക്കുന്നു. 2x³ നിന്ന് x² കോമൺ ആയിട്ട് പുറത്തോട്ട് പോയാൽ നമുക്ക് ക്യൂബാണ് കേട്ടോ, x³ പുറത്തോട്ട് ഇറക്കുന്നത്, x² അല്ല. x³ ഞാൻ പുറത്തോട്ട് ഇറക്കുന്നു. അപ്പോൾ നമുക്ക് 2x³ അകത്തു നിന്ന് x³ പുറത്തോട്ട് ഇറക്കിയ 2 - 1 അകത്തു നിന്ന് x³ പുറത്തോട്ട് ഇറക്കിയ 1/x³ എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടും. ഓക്കെ, ഇനി ഇവിടെ x ഉണ്ട്, x³ ഉണ്ട്. അപ്പോൾ ഇവിടെ x² ആയിട്ട് മാറും. ഇനി ഞാൻ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 11 + 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x² into limit x tends to infinity 2 minus limit x tends to infinity 1/x² into limit x tends to infinity 1/x. ഈ 1/x³ ഞാൻ 1/x² ഇൻറ്റു 1/x എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 11 എന്ന് പറയുന്ന ഈ ടേം നമുക്ക് 11 എന്ന് കിട്ടും. ആൻഡ് 2 അതുപോലെ തന്നെയുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 ഡിവൈഡഡ് ബൈ 1/x എന്ന് പറയുന്ന ഈ സംഭവം 0 ആയിരിക്കും. നെക്സ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x² എന്ന് വെച്ചാൽ അത് നമ്മൾ ഇൻഫിനിറ്റി² എന്ന് കൊടുക്കുന്നു. ഇൻഫിനിറ്റി² ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 എന്ന് വെച്ചാൽ ഇത് 2 ആണ്. മൈനസ് ഈ സംഭവങ്ങളെല്ലാം മൊത്തത്തിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് 11 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി² എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 11/∞² എന്ന് പറയുന്ന ടേമാണ് കിട്ടിയത്. ദാറ്റ് ഈസ് അതായത് നമുക്കറിയാം 1/∞ എന്ന് വെച്ചാൽ സാധാരണ നമ്മളതിനെ അൺഡിഫൈൻഡ് എന്ന് വിളിക്കും. എന്നാൽ ചില പ്രാക്ടിക്കൽ കേസുകളിൽ നമ്മൾ 1/∞ = 0 എന്ന് എടുക്കും. സോ ഇതിനെ നമുക്ക് 11/∞² എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി അതിൻ്റെ സ്ക്വയർ എടുത്താൽ ഇൻഫിനിറ്റി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് 11/∞ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുകയും ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലത്തിൽ 11x + 2 ഡിവൈഡഡ് ബൈ 2x³ - 1 എന്നായിരുന്നു നമുക്ക് വന്നത്. അതായത് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി കുറവുമാണെങ്കിൽ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ ആൻസർ
0 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലും ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കുറവാണെങ്കിൽ ലിമിറ്റ് വാലുവേറ്റ് ചെയ്താൽ 0 ആയിരിക്കും കിട്ടുക.